കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ 18ാമത്തെ ശ്ലോകം ആരണ്യകാണ്ഡം 10ാം സർഗം 18ാമത്തെ ശ്ലോകം, അതായത് കഴിയാറായി ഈ ശബരിയുടെ ഭഗവാനോടുള്ള ആ വാക്കുകളാട്ടോ. അത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഭഗവാനെ എനിക്ക് ദാസിയായിട്ടിരിക്കാനും കൂടി അർഹതയില്ലാത്ത ആളൊക്കെ നേരിട്ട് അങ്ങേ കാണാൻ സാധിച്ചുല്ലോ. അപ്പോൾ അങ്ങേ ശുശ്രൂഷിക്കാനും സാധിച്ചു. എത്ര ഭാഗ്യം ചെയ്തതാന്ന് പറഞ്ഞു അല്ലേ. കഥം രാമാദ്യമേ 19 കഥം രാമാദ്യമേ ദൃഷ്ടസ്ത്വം മനോവാക് അഗോചരൻ മനോവാഗോചരാസ്തോതും ന ജാനേ ദേവേശ കിം കരോമി പ്രസീദമേ. പാവം ഒന്നും അറിയില്ല, സ്തുതിക്കാനൊന്നും അറിയില്ല എന്ന് പറയാണ്. മനോവാഗോചര ത്വം മേ കഥം ദൃഷ്ട. മനസ്സിനും വാക്കുകൾക്കും അതീതമായ നിന്തിരുപടിയെ എനിക്ക് എങ്ങനെ കാണാൻ സാധിച്ചു? ഭഗവാന്റെ അനുഗ്രഹം മാത്രം. വലിയ യോഗീശ്വരന്മാർക്ക് പോലും കാണാൻ സാധിക്കാത്ത, അതായത് ഈ സ്ഥൂലമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത എനിക്ക് മനസ്സിനും വാക്കിനും അതീതാണ്. അങ്ങയെ ശരിക്ക് അനുഭവമാവാനേ പറ്റുള്ളൂ. അങ്ങനത്തെ അങ്ങേ എനിക്കിപ്പോൾ ദർശനം ലഭിച്ചുല്ലോ. ദേവേശ രാമ സ്തോതും ന ജാനേ, എനിക്ക് സ്തുതിക്കാനൊന്നും അറിയില്ല. കിം കരോമി, ഞാൻ എന്തു ചെയ്യട്ടെ. മേ പ്രസീത, എന്നിൽ പ്രസാദിക്കണേ. അത് പറയാനേ അറിയുള്ളൂ. നമ്മൾക്കും അങ്ങനെയല്ലേ. ഈശ്വര ഭഗവാനെ പ്രസാദിക്കണേന്ന് പറയാനേ നമുക്ക് അറിയുള്ളൂ. ഹേ ദേവന്മാർക്കും ദേവനായിട്ടുള്ള രാമ, ഈ യോഗികളുടെ മനസ്സിനും വാക്കുകൾക്കും കൂടി അതീതനായിട്ടുള്ള അങ്ങ് എൻ്റെ ഈ സ്ഥൂലമായിട്ടുള്ള നേത്രങ്ങളൊക്കെ വിഷയമായി വന്നത് എങ്ങനെയാണ്? ഹേ സ്വാമിൻ, എനിക്ക് അങ്ങയെ സ്തുതിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ചെയ്യട്ടെ? ദയാനിധേ, എന്നിൽ പ്രസാദിക്കണേ. കഥം രാമാദ്യമേ ദൃഷ്ടസ്ത്വം മനോവാഗോചര സ്തോതും ന ജാനേ ദേവേശ കിം കരോമി പ്രസീദമേ. അപ്പം ശ്രീരാമൻ്റെ ശബരിയോടുള്ള അങ്ങടുള്ള വാക്കാണ് ഇനി. ശ്രീരാമ ഉവാച പുംസ്തേ സ്ത്രീത്വേ വിശേഷോ വാ ജാതിനാമാശ്രമാദയ ന കാരണം മദ്ഭജനീ ഭക്തിരേവ ഹി കാരണം. പുരുഷനോ സ്ത്രീനോ ജാതിയോ വർണ്ണോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും ഭഗവാന് പ്രശ്നമല്ല എന്ന് നോക്കൂ. ഭഗവാൻ തന്നെ പറയണത് പുംസ്തേ സ്ത്രീത്വേ വിശേഷ വാ. പുരുഷൻ സ്ത്രീ എന്നതിലുള്ള യാതൊരു വിശേഷം, അതായത് ആ വിശേഷം അല്ലെങ്കിൽ അതിന് ആ വ്യത്യാസം ജാതി നാമാശ്രമാദയ. ഏത് ജാതിയാണ്, ഏത് നാമാണ്, ഏത് ആശ്രമാണ്. അതായത് ഈ 4 ആശ്രമങ്ങളുണ്ടല്ലോ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഏത് ആശ്രമത്തിലുള്ള ആളായാലും വേണ്ടില്ല, ഏത് ജാതി ആയാലും വേണ്ടില്ല. മനുഷ്യരുണ്ടാക്കിയ ജാതി പലതും ഉണ്ട്, അതായാലും വേണ്ടില്ല. ഏത് സ്റ്റാറ്റസ് ഒന്നും വേണ്ടില്ല. മദ്ഭജനെ എന്ന കാരണം, എൻ്റെ ഭജനത്തിൽ കാരണമല്ല, ഭക്തിയേവ കാരണം ഹി. എനിക്ക് എന്നോട് ഭക്തി ഉണ്ടോ, സ്നേഹമുണ്ടോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ആ ഭക്തൻ ആരാണ് എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, ഇറെലവൻറ്റ്. അവരുടെ ഭക്തി മാത്രം. പുരുഷനാണോ, സ്ത്രീയാണോ, ബ്രാഹ്മണനാണോ, വൈശ്യനാണോ, ക്ഷത്രിയനാണോ, ശൂദ്രനാണോ, ബ്രഹ്മചാരിയാണോ, ഗൃഹസ്ഥനാണോ, വാനപ്രസ്ഥം ചെയ്യണ ആളാണോ, സന്യാസിയാണോ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പരമപ്രേമ ലക്ഷണമായിട്ടുള്ള ഭക്തിയാണ് എന്നെ ഭജിക്കുന്നതിന് ഏറ്റവും വലിയ കാരണം. വേറൊന്നും ഇതില്ല, ഭക്തി മാത്രമേ വേണ്ടൂ എന്ന് ശ്രീരാമൻ പറയാണ്. പുംസ്തേ സ്ത്രീത്വേ വിശേഷോ വാ ജാതി നാമാശ്രമാദയ ന കാരണം മദ്ഭജനീ ഭക്തിരേവ ഹി കാരണം. പിന്നെയോ 21, 22 യജ്ഞദാന തപോഭിർവാ വേദാധ്യയന കർമ്മിഭി
നൈവ ദ്രഷ്ടുമഹം ശക്യോ മദ്ഭക്തിവിമുഖൈഃ സദാ തസ്മാത് ഭാമിനി സംക്ഷേപാദ്വക്ഷ്യേഹം ഭക്തിസാധനം. സദാ മദ്ഭക്തിമുഖൈഃ, എപ്പോഴും എന്നിൽ ഭക്തി ഇല്ലാത്തവരാൽ, വിമുഖന്മാർ, എന്നോട് വിമുഖതയുള്ളവർ, യജ്ഞദാന തപോഭിഹി വാ, യജ്ഞം ദാനം തപസ് ഇതുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ വേദാധ്യയനം കൊണ്ടോ വേദാധ്യയന കർമ്മഭി, ധാരാളം യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ദാനങ്ങൾ ചെയ്യുന്നുണ്ട്, പല പല നല്ല കർമ്മങ്ങളും ബാക്കിയുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, വേദാധ്യയനം ചെയ്യുന്നുണ്ട്. ഇതൊന്നും അഹം ദ്രഷ്ടും ന ശക്യ, എന്നെ കാണാനായിട്ട് ഉപകരിക്കില്ല. അവർക്കൊന്നും എന്നെ പ്രാപിക്കാൻ പറ്റില്ല. ഭക്തി ഇല്ലാത്തവർ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. തസ്മാത് ഭാമിനി, അതുകൊണ്ട് ഭദ്രേ, അതായത് വിളിക്കുകയാണ് ശബരി, ഭക്തി സാധനം സംക്ഷേപാൽ ഭക്ഷി, ഞാൻ ഭക്തി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഭക്തി എന്ന സാധന എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം എന്ന് പറയാണ്. അതായത് ശബരിയോട് പറഞ്ഞു, ഒന്നുകൊണ്ട് നീ ഒരു സ്ത്രീയാണ്, ഒന്നും അറിയില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എത്ര അറിവുണ്ടെങ്കിലും, എത്ര വേദാധ്യയനം ചെയ്താലും, എത്ര യാഗങ്ങളും ജ്ഞാനങ്ങളും തപസ് ചെയ്താലും ഭക്തി ഇല്ലാത്തവരാണ് അത് ചെയ്യണമെങ്കിൽ ഒരു കാര്യമില്ല. ഭക്തിയോടുകൂടി എന്നെ പ്രാർത്ഥിക്കുന്നത് മാത്രമേ കാര്യമുള്ളൂ. ആ ഭക്തി സാധന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറയണം. അതുകൊണ്ട് ഭക്തി സാധനത്തെ ഞാൻ ഇപ്പം ചുരുക്കി പറയാം. എന്നെ പ്രാപിക്കണമെങ്കിൽ എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് യാഗം, ദാനം, തപസ്, വേദാധ്യയനം, വേദം പഠിക്കുക, അതൊന്നും യാതൊന്നും കൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹേ ശബരി, ഭക്തി സാധനത്തെ ഞാനിപ്പോൾ ചുരുക്കി പറയാം എന്നാണ് പറഞ്ഞത്. 21ഉം 22ഉം വായിക്കാം. യജ്ഞദാന തപോഭിർവാ വേദാധ്യയന കർമ്മഭി നൈവ ദ്രഷ്ടുമഹം ശക്യോ മദ്ഭക്തിവിമുഖൈഃ സദാ തസ്മാത് ഭാമിനി സംക്ഷേപാവദ്വക്ഷ്യേഹം ഭക്തിസാധനം. 23ഉം 24ഉം 25ഉം. സതാം സംഗതിരേവാത്ര കാരണം പ്രഥമം സ്മൃതം. അത് മറ്റേൻ്റെ പകുതിയാണ് കേട്ടോ, ഒരു 22ൻ്റെ 23ഉം 24, 25. ദ്വിതീയം മൽക്കഥാലാപസ്തു തൃതീയം മദ്ഗുണേരണം വ്യാഖ്യാതൃത്വം മദ്വചസാം ചതുർത്ഥം സാധനം ഭവേത് ആചാര്യോപാസനം ഭദ്രേ മദ്ബുദ്ധ്യാമായയാ സദാ. പഞ്ചമം പുണ്യശീലത്വം യമാദിനിയമാദി ച നിഷ്ഠാമത്പൂജനേ നിത്യം ഷഷ്ഠം സാധനമീരിതം മമ മന്ത്രോപാസകത്വം സാംഗം സപ്തമമുച്യതേ. ഇനിയുണ്ട് കേട്ടോ. മദ്ഭക്തേഷ്വധികാ പൂജ സർവഭൂതേഷു മന്മതിഃ ബാഹ്യാർത്ഥേഷു വിരാഗിത്വം ശമാധിസഹിതം തഥാ. അഷ്ടമം നവമം തത്വവിചാരോ മമ ഭാമിനി ഏവം നവവിധാ ഭക്തി സാധനം യസ്യ കസ്യ വാ. പ്രഹ്ലാദൻ പറയണ പോലത്തെ നവവിധ ഭക്തിയാണ് പറയണത്. അപ്പോൾ അത്ര സതാം സംഗതി ഏവ പ്രഥമം കാരണം സ്മൃതം. ഇതിൽ എൻ്റെ ഭജനത്തിൽ ഭക്തജനങ്ങൾ ഒന്നിച്ച് ചേരുന്നതാണ് മുഖ്യ കാരണം. അതായത് സജ്ജനങ്ങളുടെ കൂടെ ഇരുന്നാലാണ് ആദ്യത്തെ പോയിൻ്റ്. അതാണ് സജ്ജന സംസർഗം. സജ്ജനങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ബാക്കി ഭക്തന്മാരുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവും. ബാക്കി അതാണ് സത്തുക്കളെ പറയുമ്പോൾ സജ്ജനങ്ങളുടെ സംഘം ആണ് ഭക്തിക്കൊരു ഉത്തമ കാരണമുള്ളത്. ആദ്യത്തെ. പിന്നെയോ ഒന്നാമത്തെ കാരണം സജ്ജന സംസർഗം. പിന്നെ മത് കഥാലാപ, എൻ്റെ കഥ പറയുക. ഇപ്പം നമ്മൾ ചെയ്യണത് തന്നെ. ഇപ്പം നമ്മൾ രാമായണ കഥ വായിച്ചു പറയണ അത് ദ്വിതീയം കാരണം, രണ്ടാമത്തെ കാരണം. പിന്നെയോ മത് ഗുണേരണം, എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക, ഭഗവാന്റെ മാഹാത്മ്യത്തിനെ പറ്റി പറയുക, അത് മൂന്നാമത്തെ. ഒന്നാമത്തെ സജ്ജന സംസർഗം, രണ്ടാമത്തെ ഭഗവത് കഥകൾ കേൾക്കുകയും പറയും, മൂന്നാമത്തെ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക. പിന്നെ അത് മൂന്നാമത്തേത്. മദ്വചസാം വാക്യാതൃത്വം, എൻ്റെ ഈ സ്വരൂപത്തെ പ്രതിപാദിക്കുന്ന വാക്കുകളെ വ്യാഖ്യാനിക്കുക. ഭഗവാനെ പറ്റിയിട്ടുള്ള വിവരണം വ്യാഖ്യാനിക്കാൻ നോക്കുക, അത് മനസ്സിലാക്കാൻ നോക്കുക, പറഞ്ഞു കൊടുക്കുക. എന്താ വെച്ചാൽ അത് വ്യാഖ്യാതൃത്വം 4. പിന്നെ ചതുർത്ഥം നാലാമത്തേത് മദ്ബുദ്ധ്യ അമായയ ആചാര്യോപാസന.
ഞാൻ തന്നെ എന്ന വിചാരത്തോടു കൂടിയിട്ട്, അതായത് ഗുരുവിനെ ഞാനായി കണ്ട് ഗുരുസേവ ചെയ്യുക. ഗുരു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെ തന്നെ വിചാരിക്കുക. പഞ്ചമം, അഞ്ചാമത്തേത് പുണ്യശീലത്വം, അതായത് പുണ്യവിഷയങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പുണ്യവിഷയത്തിൽ മാത്രം മനസ്സ് വയ്ക്കണത്. പിന്നെ യമനിയമങ്ങൾ മുതലായതൊക്കെ അനുഷ്ഠിക്കുക. പിന്നെ പൂജനെ നിത്യം നിഷ്ഠം, എൻ്റെ പൂജ നിത്യവും നിഷ്ഠയായിട്ട് ചെയ്യുക. പിന്നെ അതാണ് 6. സാംഗം മന്ത്രോപാസകത്വം, അതായത് എൻ്റെ മന്ത്രങ്ങളെയൊക്കെ അംഗത്തോടുകൂടി ഉപാസിക്കുക. സപ്തമമുച്യത, അതാണ് 7. മദ്ഭക്തേഷു അധിക പൂജ, എൻ്റെ ഭക്തന്മാരെയും സേവിക്കുക. സർവഭൂതേഷു മന്മതി, സർവഭൂതങ്ങളിലും ഞാനുണ്ട് എന്ന് കാണുക, എൻ്റെ സാന്നിധ്യം സർവഭൂതങ്ങളിലും കാണുക. പിന്നെയോ ബാഹ്യാർത്ഥേഷു, ബാഹ്യവസ്തുക്കളിൽ ശമാധി സഹിതം വിരാഗിത്വം, അതായത് ഈ ലൗകിക വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാക്കണം. അഷ്ടമം, അത് 8. മമ തത്വവിചാരം, എൻ്റെ തത്വങ്ങൾ ഭഗവത് തത്വം വിചാരം ചെയ്യുക, മീൻസ് മനനം ചെയ്യുക. പിന്നെ 9. ഏവം, അതാണ് 9. ഏവം നവവിധ ഭക്തി, ഇപ്രകാരം 9 വിധമായ ഭക്തി യസ്യ കസ്യ വാ സാധനം, ഏതൊരുത്തനും കാരണം. ഭക്തിക്ക് ആവശ്യമായിട്ടുള്ള 9 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാതെ, 1ാമത്തെ കാര്യം സാധുസംഗമം അല്ലെങ്കിൽ സജ്ജന സംസർഗം. പിന്നെ എൻ്റെ ചരിതത്തെ പ്രതിപാദിക്കുന്ന കഥകൾ. പിന്നെയോ എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക. 3, എൻ്റെ സച്ചിദാനന്ദ സ്വരൂപത്തിനെ പ്രതിപാദിക്കുന്ന ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും വെച്ചാൽ വ്യാഖ്യാനിക്കുക. ഈ പിന്നെ തത്വമസി, അഹം ബ്രഹ്മാസ്മി, അതിനെയൊക്കെ പറ്റി പറയാൻ സാധിച്ചാൽ. പിന്നെയോ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ ഈശ്വരനായിട്ട് തന്നെ കാണുക, ഇല്ലെങ്കിൽ ഭഗവാനെ തന്നെ ഈശ്വരനായിട്ട് കാണുക. പിന്നെയോ ആ ഗുരുവിനെ ഒരു ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുക. പിന്നെ ഈ യമനിയമാദികൾ, അഹിംസ, സത്യനിഷ്ഠ, പിന്നെ കള്ളം പറയാണ്ടിരിക്കുക, ബ്രഹ്മചര്യം, അപരിഗ്രഹം, അതൊക്കെയാണല്ലോ യമം. അഹിംസ, സത്യനിഷ്ഠ, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഒക്കെയാണ്. ആരെന്നൊന്നും ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാണ്ടിരിക്കുക, അപ്പോൾ ഈ കൈക്കൂലി ജാതി, അതാണ് ആസ്തേയം. ബ്രഹ്മചര്യം, അപരിഗ്രഹം, പിന്നെ ഒന്നും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ച് ജീവിക്കുക, അതൊക്കെ യമം. പിന്നെ ശൗചം, അതായത് ക്ലെൻലിനെസ്, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരനെ പ്രാർത്ഥിക്കുക, അതൊക്കെ നിയമം. അപ്പോൾ യമനിയമങ്ങളൊക്കെ അനുഷ്ഠിക്കണം. പിന്നെ 5ാമത്തെ എന്താണ്? എന്നെ പൂജിക്കുന്നതിനുള്ള നിഷ്ഠ. അതാണ് 5ാമത്തെയാണ് യമനിയമങ്ങൾ. അപ്പോൾ 1ാമത്തെ ഒന്നും കൂടിയും പറയാം കേട്ടോ. 1ാമത്തെ സാധു സംസർഗം, 2ാമത്തെ എൻ്റെ കഥകളെ പഠിക്കുക, 3ാമത്തെ എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക, 4 ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുക, 5ാമത്തെ യമനിയമാദികളൊക്കെ അനുഷ്ഠിക്കുക, 6ാമത്തെ എന്നെ പൂജിക്കുക നിഷ്ഠയായിട്ട്, 7ാമത്തെ എൻ്റെ മന്ത്രങ്ങളെ ഉപാസിക്കുക. അതായത് വേദമന്ത്രങ്ങളോ എന്താ വെച്ചാൽ എൻ്റെ ഭക്തന്മാരെ നല്ലോണം ശുശ്രൂഷിക്കുക, ഭക്തന്മാരെയും പിന്നെ ശുശ്രൂഷിക്കുക, സേവിക്കുക. അത് പിന്നെ ഈശ്വരൻ്റെ സാന്നിധ്യം എല്ലാറ്റിലും കാണുക. പിന്നെ എന്നിട്ട് ബാക്കി ലൗകിക കാര്യങ്ങളിലൊക്കെ വൈരാഗ്യം ഉണ്ടാവുക. പിന്നെയോ 9ാമത്തെയാണ് മനനം ചെയ്യുക, ഭഗവാന്റെ രൂപത്തിനെയും ചരിത്രത്തിനൊക്കെ കേട്ട് ഭഗവത് തത്വത്തെ തന്നെ മനനം ചെയ്യുക. സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള എന്നെ തത്വവിചാരം ചെയ്യുക, അതാണ് 9ാമത്തെ. ഇങ്ങനെ 9 വിധത്തിലുള്ള ഭക്തി ഏതൊരുവനുണ്ടോ അവൻ എന്നെ പ്രാപിക്കാൻ അർഹനാകുന്നു എന്നർത്ഥം. അപ്പം അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. എന്തൊക്കെ നല്ലതാണ് സജ്ജന സംസർഗം. അത് നമുക്ക് എപ്പോഴും തോന്നുമല്ലോ, നല്ല ഭക്തിയുള്ളവരുടെ കൂടെ കൂടിയാൽ നമുക്കും ഭക്തി ഉണ്ടാകുന്നു അല്ലേ. ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ അത് കീർത്തിക്കുക, യമനിയമാദികൾ പാലിക്കുക, ഭഗവാനെ പൂജിക്കുക, നിഷ്ഠയായിട്ട് മന്ത്രങ്ങളൊക്കെ പഠിക്കുക, ഭക്തന്മാരെ സേവിക്കുക, പിന്നെ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കാണുക. പിന്നെ പറ്റുന്നത്ര വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വിരക്തി ഉണ്ടാവാൻ ശ്രമിക്കുക. പിന്നെ ഭഗവാന്റെ തത്വത്തെ മനനം ചെയ്ത് മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ച്, കുറേ ശ്ലോകങ്ങളുണ്ടല്ലോ, അത് വായിച്ച് നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം.
നോക്കട്ടെ കേട്ടോ. ഓക്കെ. സതാം സംഗതിരേവാത്ര കാരണം പ്രഥമം സ്മൃതം ദ്വിതീയം മത്കഥാലാപസ്തു തൃതീയം മദ്ഗുണേരണം വ്യാഖ്യാതൃത്വം മദ്വജസാം ചതുർത്ഥം സാധനം ഭവേത് ആചാര്യോപാസനം ഭദ്രേ മദ്ബുദ്ധ്യാ മായയാ സദാ പഞ്ചമം പുണ്യശീലത്വം യമാദിനിയമാദി ച നിഷ്ഠാ മത്പൂജനേ നിത്യം ഷഷ്ഠം സാധനമീരിതം മമ മന്ത്രോപാസകത്വം സാംഗം സപ്തമമുച്യത്തെ മദ്ഭക്തേഷ്വധികാ പൂജ സർവഭൂതേഷു മന്മതി ബാഹ്യാർത്ഥേഷു വിരാഗിത്വം ശമാദിസഹിതം തഥാ അഷ്ടമം നവമം തത്വവിചാരോ മമ ഭാമിനി ഏവം നവവിധാ ഭക്തി സാധനം യസ്യ കസ്യ വാ. ഇനി 28. സ്ത്രീയാ വാ പുരുഷസ്യാപി തിര്യഗ്യോനിഗതസ്യ വാ ഭക്തി സംജായതേ പ്രേമലക്ഷണാ ശുഭലക്ഷണേ. സ്ത്രീയാः വാ പുരുഷസ്യ അപി വാ തിര്യഗോനിഗതസ്യ വാ, അതായത് സ്ത്രീക്കോ പുരുഷനോ പക്ഷിമൃഗാദികളിൽ ജനിച്ച പ്രാണികൾക്കോ ശുഭലക്ഷണേ ഹേ ശബരി പ്രേമലക്ഷണ ഭക്തി സംജായതേ, പ്രേമമാകുന്ന ലക്ഷണത്തോടു കൂടിയ ഭക്തി ഉണ്ടാകുന്നു. എന്താ വെച്ചാൽ ഈ 9 മുമ്പ് പറഞ്ഞ ഈ 9 വിധ സാധന സമ്പത്തി, ഇങ്ങനെയുള്ള സാധന ചെയ്യാനുള്ള ആഗ്രഹമോ കഴിവോ ആർക്കുണ്ടാവണേ? ഈ മുമ്പ് പറഞ്ഞ 9 വിധത്തിലുള്ള സാധനാ സമ്പത്തി ഒരു സ്ത്രീക്കോ പുരുഷനോ പക്ഷിമൃഗാദികൾക്കോ ഉണ്ടാകുന്നു വെച്ചാൽ ഹേ ശബരി എന്നിൽ അവർക്ക് എന്നോട് ഭക്തി ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഈ 9 തരം ഭക്തി ആരിൽ കണ്ടാലും പക്ഷിമൃഗാദികളാണെങ്കിൽ പോലും അവർക്ക് ഭക്തി ഉണ്ടെന്ന് ധരിച്ചോളൂ എന്ന് പറയുകയാണ്. പക്ഷികൾക്ക് മൃഗങ്ങൾക്കുണ്ടല്ലോ ചിലപ്പോൾ നമുക്ക് ആനകളുടെ കഥ, പിന്നെ രമണാശ്രമത്തിലത്തെ പശുവിൻ്റെ കഥ ഒക്കെ നമ്മൾ കേൾക്കാൻ, ചിലപ്പോൾ കുരങ്ങന്മാർ പൂജയുള്ളിടത്ത് വരും, അങ്ങനെ നമ്മൾ പറയുമല്ലോ. അപ്പം അവരൊക്കെ പണ്ടേ അവരുടെ മുമ്പത്തെ ജന്മം ഏതാണെന്ന് അറിയില്ല. അപ്പം ഈ ജന്മത്തിൽ തന്നെ അവർക്ക് മോക്ഷം കിട്ടും ചെയ്തു എന്ന് വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷിമൃഗാദികൾക്കാണെങ്കിലും ഈ പറഞ്ഞ 9 ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്തി ഉണ്ടെന്ന് തീർച്ചയാക്കാം. അതായത് ഭഗവാനോട് എനിക്കത് വേണം ഇത് വേണം എന്ന് പറയലല്ല ഭക്തി. അതായത് എന്നും ഭഗവാനെ എനിക്ക് എന്നും വേണമെന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ഭക്തി. അതാണ് സ്ത്രീയാവാ പുരുഷസ്യാപി തിര്യഗ്യോനിഗതസ്യ വാ ഭക്തി സംജായതേ പ്രേമലക്ഷണ ശുഭലക്ഷണേ. ഇനി 29. ഭക്തൗ സംജാതമാത്രായാം മത്തത്വാനുഭവസ്തദാ മമാനുഭവ സിദ്ധസ്യ മുക്തിസ്തത്രൈവ ജന്മനി. ഭക്തൗ സംജാതമാത്രായാം, ഭക്തി നമുക്കുള്ളിൽ തോന്നിയ ആ നിമിഷം തഥാ മത്തത്വാനുഭവ, അപ്പോൾ എൻ്റെ തത്വാനുഭവം മമ അനുഭവസിദ്ധസ്യ, എൻ്റെ അനുഭവം കൊണ്ട് സിദ്ധനായവന് തത്ര ജന്മനി ഏവ, ആ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും. എന്താ പറയണെന്ന് വെച്ചാൽ ഭക്തി ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ആ മനസ്സിൽ ഉണ്ടായ ആ നിമിഷം തന്നെ എൻ്റെ പരമാർത്ഥ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം ആ ഭക്തന് അനുഭവപ്പെടും. ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ സാന്നിധ്യം എല്ലാറ്റിലും കാണുകയും അവനവനിലും ആ സാന്നിധ്യം അനുഭവപ്പെടുകയും ചെയ്തു വെച്ചാൽ എന്തായി? അതാണ് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി കൊണ്ട് അതാണ് ഉണ്ടാവണത്. അവനവനിൽ ഭഗവാന്റെ സാന്നിധ്യവും ആ ഭഗവാന്റെ സാന്നിധ്യം മറ്റെല്ലാവരിലും അനുഭവപ്പെട്ടാൽ പിന്നെ ഭഗവാനെ അനുഭവിച്ച ഫലമായി അല്ലേ? അങ്ങനെയുള്ള യഥാർത്ഥ ഭക്തി സിദ്ധിച്ചവന് ആ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കുമെന്ന് പറയുകയാണ്. അതായത് നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി കൊണ്ട് ബ്രഹ്മജ്ഞാനിയാവും. അങ്ങനെ ബ്രഹ്മജ്ഞാനി ആയാൽ ഭക്തി, പരിശുദ്ധ ഭക്തി കൊണ്ട് എന്താ ഉണ്ടാവണേ? ഭഗവാൻ, ഉള്ളിലുള്ള ഭഗവാനെ, ഞാൻ ആ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണെന്നുള്ള ബോധം വരും. ആ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണ് ലോകം മുഴുവനും ബോധ്യം വരും. അപ്പോൾ പിന്നെ ബ്രഹ്മജ്ഞാനിയായില്ലോ, അഹം ബ്രഹ്മാസ്മിയായി. ആ ബോധം വന്നാൽ പിന്നെ ആ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടും. ഈ ശരീരം വീഴേ വേണ്ടു.
ഈ സ്ഥൂല ശരീരം വീണാൽ അപ്പം മുക്തി കിട്ടും, സൂക്ഷ്മ ശരീരം ഉടനെ വെടിയും മുക്തി കിട്ടും. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ ഭക്തി വേണ്ടതുപോലെ ഉണ്ടായാൽ അതാണ് ഭക്തി ശരിക്കും ആ ഭഗവാനിൽ ആ ശരണാഗതി ഉണ്ടായിട്ടുള്ള ആ ശരിക്കുള്ള ഭക്തി ഉണ്ടായാൽ ജീവൻ മുക്തനായി. അപ്പം പിന്നെ പ്രാരബ്ധകർമ്മം കഴിയണവരെ ഈ ശരീരത്തിലിരിക്കും. അത് കഴിഞ്ഞാൽ ശരീരം വീണാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒരുമിച്ച് വെടിയും ജീവൻ മുക്തൻ. എന്നിട്ട് അപ്പം തന്നെ മോക്ഷം കിട്ടും. അതാണ് ഈ ജന്മത്തെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞത്. ഭക്തൗ സംജാതമാത്രായാം മത്തത്വാനുഭവസ്തദാ മമാനുഭവ സിദ്ധസ്യ മുക്തിസ്തത്രൈവ ജന്മനി. ഇനി ഒന്നും കൂടി ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നും കൂടി ചെയ്യാം. 30. സ്യാത്തസ്മാൽ കാരണം ഭക്തിർ മോക്ഷസ്യേതി സുനിശ്ചിതം യസ്മാൻ മദ് ഭക്തിയുക്ത ത്വം തതോഹം ത്വാം ഉപസ്ഥിതഃ. തസ്മാത് അതുകൊണ്ട് മോക്ഷസ്യ കാരണം ഭക്തി ഇതി സുനിശ്ചിതം, മോക്ഷത്തിന് കാരണം ഭക്തിയാന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. തസ്യ പ്രഥമം സാധനം ഭവേത്, യാതൊരുവന് ആ ഏറ്റവും ഒന്നാമത്തേതായിട്ടുള്ള ഭക്തി എന്ന സാധനം സിദ്ധിക്കുന്നുവോ തസ്യ ക്രമേണ സർവം ഭവേത്, അവന് ക്രമത്തിൽ എല്ലാം ഭവിക്കും. തതഃ ഭക്തി മുക്തി ഏവ സുനിശ്ചിതം, അതുകൊണ്ട് ഭക്തി മുക്തി തന്നെ എന്ന് നിശ്ചയിക്കാം. യസ്മാത് ത്വം മത് ഭക്തിയുക്ത, യാതൊന്നു ഹേതുവായിട്ട് നീ എനിക്ക് ഭക്തിയോടുകൂടിയിരിക്കുന്നുവോ തതഃ അഹം ത്വാം ഉപസ്ഥിത, അതുകൊണ്ട് ഞാൻ നിന്നെ പ്രാപിച്ചിരിക്കുന്നു. നീ എന്നെ അങ്ങനെ ഭക്തിയോടുകൂടി ഭജിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പം നിൻ്റെ അടുത്തേക്ക് എത്തിയതെന്ന്. എത്രയോ യോഗീശ്വരന്മാർക്ക് പോലും പ്രാപിക്കാൻ സാധിക്കാത്ത ഞാൻ നിൻ്റെ ഈ നിഷ്കളങ്ക ഭക്തി കണ്ടിട്ട് സന്തോഷിച്ചാണ് നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് തന്നെ പറയണം കേട്ടോ. അതുകൊണ്ട് മോക്ഷകാരണം ഭക്തി തന്നെയാണെന്ന് ശബരി ധരിച്ചോളൂ. മോക്ഷത്തിന് കാരണം ഭക്തി തന്നെയാണ് പ്രഥമ കാരണം. 9 സാധനം സിദ്ധിച്ചാലല്ലേ ഭക്തി സമ്പൂർണ്ണമാകുന്നു എന്ന് വിചാരിക്കണ്ട. എന്താച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ സാധു സംസർഗം നിനക്ക് സാധിച്ചു. ഈ മതംഗാശ്രമത്തിൽ ഏതെങ്കിലും ഒന്നേ വേണ്ടൂ ശരിക്കേ 9 അപ്പോൾ പ്രഹ്ലാദനം പറയണത് അതാണല്ലോ അല്ലേ. ശ്രവണം കീർത്തനം വിഷ്ണോഹ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് നമ്മൾ പറഞ്ഞുല്ലോ പ്രഹ്ലാദൻ്റെ. അതും എല്ലാം വേണമെന്നില്ല, അതാണ് ഇതിൽ പറയണത്. ഭക്തി സമ്പൂർണ്ണം, അതായത് ഭക്തി ഒറ്റൊന്നേ വേണ്ടൂ. നിനക്കിപ്പോൾ എന്താ ഉണ്ടായത്, മതംഗാശ്രമത്തിൽ നീ ആ ബ്രഹ്മജ്ഞാനികളുടെ കൂടെ താമസിച്ചപ്പോൾ നിനക്ക് പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ആ സാധു സംസർഗം സിദ്ധിച്ചു. അപ്പൊക്കെ ബാക്കിയൊക്കെ തന്നെ വന്നോളും. ആ സാധു സന്ദർഭം കൊണ്ട് ഭക്തി ഉള്ളിൽ ഉദിച്ചാൽ ഈ പറഞ്ഞ നവവിധ ഭക്തിയും പ്രഹ്ലാദൻ പറഞ്ഞ നവവിധ ഭക്തിയും ഒക്കെ തന്നെ ഉണ്ടാവുന്ന. അതുകൊണ്ട് ശബരി ഭക്തി മുക്തി തന്നെയാണെന്ന് പറയാം. ഭക്തിയിൽ കൂടിയാണ് മുക്തി കിട്ടുന്നത്. അതുകൊണ്ട് ഭക്തി മുക്തി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നിനക്ക് എന്നിൽ ഇത്ര നിഷ്കളങ്ക ഭക്തി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നത്. യോഗീശ്വരന്മാർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്ത ഞാൻ എന്തുകൊണ്ടാണ് നിൻ്റെ അടുത്തേക്ക് വന്നത്? സാധുസംഗം കൊണ്ട് നിനക്ക് ഭക്തിയും ആ ഭക്തി കൊണ്ട് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും നിനക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്, അതല്ലേ. ആ മതംഗാശ്രമത്തിൽ ആ സാധുക്കളെ സേവിച്ചത് മാത്രമേ ഉള്ളൂ. അറിവില്ല, കഴിവില്ല, ഒന്നുമില്ല. താണജാതിയിലാണ്. അന്നത്തെ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ കാട്ടാള സ്ത്രീയാണ്, അത്രയേ ഉള്ളൂ ശബരി. ആ മതംഗാശ്രമത്തിലുള്ള അവർക്ക് അവിടെ മുഴുവൻ അടിച്ചൂരി വൃത്തിയാക്കും. അവർ വരണ വഴി, കുളിച്ച് വരണ വഴിയൊക്കെ, എന്നിട്ട് ചെടികളൊക്കെ വെള്ളമൊഴിക്കും. ധാരാളം പൂക്കൾ പറിച്ച് കൊടുക്കും. കാട്ടിൽ പോയി ധാരാളം പഴങ്ങൾ പറിച്ച് പൂജിക്കാൻ കൊടുക്കും. അപ്പം അവരുടെ ആ സംസർഗം കൊണ്ടാണ് ശരിക്കും ശബരിക്ക് ഭക്തി ഉദിച്ചത്. ആ ഭക്തി ഉദിച്ചപ്പോൾ ഭക്തിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങോട്ട് കാണാൻ വന്നത്. അതാണ് എത്ര അസലായിട്ടുണ്ടല്ലേ. സ്യാത്തസ്മാൽ കാരണം ഭക്തിർ മോക്ഷസ്യേതി സുനിശ്ചിതം യസ്മാൻ മത് ഭക്തിയുക്ത ത്വം തതോഹം ത്വാം ഉപസ്ഥിതഃ. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കഴിഞ്ഞിട്ടില്ല കേട്ടോ ശ്രീരാമൻ്റെ വാക്കുകൾ, കുറച്ചും കൂടി ഉണ്ട്. അത് കഴിയുമ്പോഴേക്ക് അധികമാവും. അപ്പം നിർത്തുകയാണ്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.